പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അന്വേഷണ സംഘത്തിന് നിയമപരമായി തെളിവ് ശേഖരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ടോ, അതോ അന്വേഷണം പ്രതിസന്ധിയിലാണോ? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് തെളിവ് കണ്ടെത്തുക എന്ന് തന്നെയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെതിരായ ആരോപണത്തിൽ കൂടുതൽ വ്യക്തത വേണം എന്നതാണ് പ്രാഥമികമായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. രാഹുലിനെതിരായ ആരോപണത്തിൽ വ്യക്തത വരുത്തുന്നതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ആ ഓഡിയോ സന്ദേശമാണ്, ആ സംസാരമാണ്. അത് ഒറിജിനലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. പക്ഷേ ആ ഓഡിയോയുടെ ആധികാരികത ഇതുവരെയും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വലിയ പ്രശ്നവും നിലനിൽക്കുകയാണ്. മാത്രമല്ല, വനിതാ മാധ്യമ പ്രവർത്തകരുടെ റോൾ എന്താണ് ഈ വിഷയത്തിൽ, ഏത് തരത്തിലാണ് അവരുടെ ഇടപെടൽ, അത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമാണോ എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഇപ്പോൾ വിശദമായി പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. മാത്രമല്ല, വെളിപ്പെടുത്താനും ഒപ്പം തന്നെ പിന്മാറുന്നതിനും ഈ ആരോപണത്തിൽ നിന്ന്, ഇപ്പോൾ പരസ്യമായ ആരോപണവുമായി പെൺകുട്ടി രംഗത്ത് വന്നിട്ടില്ല എന്നെങ്കിലും ഈ ആരോപണത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി, അതേസമയം പരാതിയുമായി മുന്നോട്ട് വരുന്നതിന് വേണ്ടി രണ്ട് ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കുന്നുണ്ട്. എം.എൽ.എ. പ്രതിയാണ് എന്ന് അതിനിടയിൽ സ്പീക്കറെ, നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ സ്പീക്കറെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അറിയിച്ചിട്ടുമുണ്ട്. സഭാ സമ്മേളനം 15 മുതൽ തുടങ്ങുമ്പോൾ ഏത് തരത്തിലായിരിക്കും സഭയിൽ UDF രാഹുൽ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? രാഹുലിന് വലിയ തോതിലുള്ള പ്രതിരോധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? ഭരണപക്ഷം ഏത് തരത്തിലായിരിക്കും ഈ കേസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയിൽ രംഗത്ത് വരിക എന്നത് വളരെ വളരെ പ്രധാനമായി മാറുകയാണ്. അന്വേഷണം ഇപ്പോൾ എവിടെ വരെ എത്തി, അന്വേഷണ പുരോഗതിയുടെ വിവരങ്ങൾ എന്താണ് എന്ന് വിശദമായി അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. കേസിൽ പ്രതിയായി എന്ന വിവരം സ്പീക്കറെ ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചത്. നിലവിൽ സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട FIRലെ വിവരങ്ങൾ, അതിനൊപ്പം തന്നെ കേസിന്റെ നടപടിക്രമങ്ങൾ, അന്വേഷണക്രമം എങ്ങനെ എന്നുള്ള കാര്യവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് ഇന്ന് വൈകിട്ട് സ്പീക്കറുടെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിച്ചത്. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇത്തരമൊരു നീക്കവും ഒരു നടപടിയും നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി പരാതി ഇമെയിലായി അയച്ച ആൾക്കാരെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു നീചമായ പ്രവൃത്തി കണ്ടപ്പോൾ ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ഞാൻ പരാതി കൊടുത്തത്. അല്ലാണ്ട് ഇത് ആലോചിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന രീതിയിലല്ല എന്റെ പരാതി വന്നത്. ഇതിനൊപ്പം തന്നെ കേസിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു അന്വേഷണം കൂടി ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഗർഭഛിദ്ര ആരോപണം ഉയർത്തിയ യുവതിയുമായി ബന്ധപ്പെട്ടാണ്. ആ യുവതി ആരാണ് എന്ന് കണ്ടെത്താനും അവരെന്തുകൊണ്ടാണ് പരാതി നൽകാത്തത് എന്നും സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് 3 വനിതാ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ആരായും. അതിനൊപ്പം തന്നെ പരാതി നൽകാതിരിക്കാനും പരാതി നൽകാനും ഈ യുവതിക്കുമേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ള ചില വിവരങ്ങളും അന്വേഷണ സംഘത്തിനുണ്ട്. സാമ്പത്തിക സഹായം അടക്കം വാഗ്ദാനം ചെയ്തതായിട്ട് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുകയാണ്.